അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് അയല കിട്ടിയായിരുന്നു. അപ്പോൾ ഈ അയല വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഫ്രൈ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇഞ്ചിയാണ്, ഒരു 5 അല്ലി ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്താണ്. ഇത് നമ്മുടെ ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴേ ഈ ഇഞ്ചിയുടെ എണ്ണ വായിപ്പോയി, മറ്റേ വെളുത്തുള്ളിയുടെ ഇഞ്ചി വായിപ്പോയി, തിരിഞ്ഞു പോയി. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി. അത് മഞ്ഞൾപ്പൊടി ഇല്ലാതെ നമുക്കൊരു പണി നമുക്ക് നടക്കത്തില്ല. അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ സ്വല്പം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഇച്ചിരി കളറൊക്കെ കിട്ടും. നമുക്ക് എന്താ പറയുക, ഇതൊരു നോർമലായിട്ടുള്ള എരിവും കിട്ടും. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് പെരട്ടി ഇവിടെ വെക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മള് ഇത് ചെയ്തതിന് ശേഷം ഇതുണ്ടല്ലോ, ഈ രീതിയിൽ നമ്മള് മീൻ വറുത്ത് കഴിഞ്ഞാലല്ല, സാധാരണ നമ്മള് മീനൊക്കെ കഴിച്ചു കഴിയുമ്പം കയ്യിലൊക്കെ ഒരു മണമൊക്കെ വരത്തില്ലേ. ഇതിപ്പോ ഉണ്ടല്ലോ, നമുക്ക് ടിഫിനിലൊക്കെ കൊണ്ടുപോയാൽ പോലും ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു മണം വരത്തില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇവരിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീനപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1-2 സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം നമുക്കുണ്ടല്ലോ, സ്വല്പം നമ്മൾ ഏത് എണ്ണയിലാണോ വറക്കുന്നത് ആ എണ്ണ തന്നെ, വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏതും ആകാം, സ്വല്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങ, അതിന്റെ കുരു ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. അത് വേണ്ട, മതി, ഒരുപാട് ചേർക്കണ്ട, ഒരു അരമുറി മതി. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. എല്ലായിടത്തും അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചേർത്ത് വെച്ച സാധനമൊക്കെ അതിൻ്റെ അകത്തും പുറത്തും എല്ലാം കയറും. അപ്പം എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുണ്ടല്ലോ, മീൻ നമ്മൾ വരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. സാധാരണ നമ്മൾ മീൻ വറക്കുമ്പോഴത്തേക്ക് വരഞ്ഞല്ലേ നമ്മൾ വെക്കുന്നത്. ഇത് നമ്മൾ വരഞ്ഞു നിട്ടൊന്നുമില്ല. ഇത് നമ്മൾ വരയാത്തതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനമേ നമ്മുടെ ഒരു കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഒരു കോട്ടിങ് കൂടെ ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തത്. അപ്പോൾ ആ കോട്ടിങ്ങിനെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിനെ എടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ മീനെ പൊതിഞ്ഞെടുക്കാനുള്ള കോട്ടിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ റവയാണ്. ഇത് നമ്മുടെ എന്താ പറയുന്ന റോസ്റ്റൊക്കെ ചെയ്തെടുത്ത റവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഒരു സ്വല്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ അകത്ത് നേരത്തെ ചേർത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ ഒരു കോട്ടിങ്ങിനും കൂടെ ഒരു കളറും വേണം. അത്യാവശ്യം നമുക്കൊരു എരിവ് പച്ച പോലെ വരും. അപ്പോൾ ഉണ്ടല്ലോ, ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുണ്ട് ഇതുപോലെ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഇവർ എന്താ പറയുന്നത്, ഫിഷ് വറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ ഇതുപോലൊരു കോട്ടിങ്, ഒന്നെങ്കിൽ നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ റവ, കോൺഫ്ലോർ, ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിൽ കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ മീനും ഇന്ന മീനൊന്നും ഇല്ല, എല്ലാ മീനും ഇങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതിനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും അതിന്റെ മണം അതൊരു നല്ലൊരു കാര്യമാണ്, അഡ്വാൻറ്റേജ്. അപ്പൊ അതായത് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ ഓൾറെഡി മീനിന് നല്ലതായിട്ട് മുളക് പൊടി ചേർത്തെടുത്തിട്ടുള്ള. അപ്പം ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇത് പൊതിഞ്ഞെടുക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്തും പുറത്തും എല്ലാം ഈ റവയുടെ കോട്ടിങ് വരണം. ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതിലുള്ള ഒരു വെള്ളമയം കൊണ്ട് വേണം ഇതൊന്ന് കോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് നമ്മൾ നാരങ്ങ നീര് ചേർത്തത്. അത് ഇതുപോലെ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. കാരണം ഇതുപോലെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം. കണ്ട, അപ്പോൾ ആ സമയത്ത് നമുക്കവിടെ നമ്മുടെ പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മൾ ഏത് എണ്ണയിലാണ് നമ്മൾ വറക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ സംഭവം ചോദിച്ചാൽ, ഇവിടുത്തെ ഇത് ഡയറക്റ്റ് എണ്ണയിലിട്ട് നമ്മൾ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ
കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി നാടൻ കൂടെ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കൂടെ വരാൻ വേണ്ടി നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് നമ്മൾ മീൻ വറുക്കുമ്പോൾ ഒരു ഗുണം കൂടെ ഉണ്ട്, അടിയിൽ പിടിക്കത്തില്ല. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും സംഭവത്തിന്. അപ്പോൾ ഇത് കണ്ട നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കത്തിച്ചോ? ഇനി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാവേ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും നമ്മുടെ മീനും സെറ്റായിട്ടുണ്ട്. പിന്നെ ഏത് മീൻ വേണമെന്നും റെഡിയാക്കും കേട്ടോ. അയല തന്നെയല്ല, നമുക്കിപ്പോ അയലയാണ് ഇന്ന് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ അയലയിൽ ചെയ്തത്. അയലയോ മത്തിയോ നമ്മുടെ എന്താ പറയുന്നത് ഫ്രൈ ചെയ്ത ടേസ്റ്റ് വരുന്ന ഏത് മീനാണെങ്കിലും നല്ല പൊളി സാധനമാണ്. അത് ഇവരുണ്ടല്ലോ കൂടുതലും കറി വെക്കാറല്ലേ, ഇവര് കൂടുതലും ഫ്രൈ ചെയ്ത് ഇവര് കഴിക്കുന്നത്. ഇവര് പിന്നെ എല്ലാ ദിവസവും കഴിക്കത്തില്ല, നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ അങ്ങനെ ദിവസം നോക്കാതെ കഴിക്കുന്നവര്. ഇവിടുത്തെ ഉണ്ടല്ലോ എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കത്തില്ല. കാര്യം വെച്ചാൽ അവർക്ക് മിക്ക ദിവസങ്ങളിലും വ്രതം ഉണ്ടാവും. അപ്പൊ അത് കാരണം ചില ദിവസങ്ങളിൽ അവർ കഴിക്കത്തില്ല. വ്യാഴം, ബുധൻ അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങളുണ്ട്. നമ്മുടെ എണ്ണ അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ബാക്കി കൂടെ നമുക്ക് ഇട്ടേക്കാം. ഇനി നമുക്ക് ഇതും കൂടെ നമുക്ക് കോട്ട് ചെയ്ത് നമുക്ക് മുഴുവൻ കൂടെ ഒറ്റ ഇതിലങ്ങ് വറുത്തെടുക്കാം. അപ്പൊ ഒരു കാര്യമുണ്ട്, ലോ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. റവ അങ്ങ് കരിഞ്ഞു പോകും, മീനൊട്ട് വേഗത്തില്ല. അപ്പൊ അതുകൊണ്ട് പതുക്കെ വേണം ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ അടുത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കടകളിലൊക്കെ ഭയങ്കര ഫേമസ് ആയി സംഭവം. അതെ ഭയങ്കര എല്ലാരും വന്ന് വാങ്ങിക്കുന്ന ഒരു കാര്യം. നമ്മുടെ അവിടുത്തെ നാട്ടിലൊക്കെ ഈ പൊതിച്ചോറ് അല്ലെങ്കിൽ വീട്ടിലൂടെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇവിടെ ഉണ്ട് സംഭവം. അപ്പൊ അവിടുത്തെ മെയിൻ ഒരു സാധനമാണ് ഈ അയല. അവര് മെയിനായിട്ട് പ്രത്യേകിച്ച് മലയാളികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് അയലയും പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ചില സ്പെഷ്യൽ മീനുകളുണ്ട്, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പൊ എന്താ പറയുന്നത്, ഈ ഊണിന്റെ കൂടെ 2-3 ചപ്പാത്തി കിട്ടും, ഇതുപോലെ ഒരു ഫിഷ് ഫ്രൈ, ഒരു ദാല് കറിയും കാണും, പിന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു തോരൻ, എന്തെങ്കിലും ഒരു സാധനം. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം, അതും കൂടെ കിട്ടും. ഇത്രയും നമ്മളെല്ലാം കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരു സവോള വേണം. ഒരു സവോള ആണ്. അതാണ് അതിന്റെ സവോള ഇല്ലാത്ത ഒരു പരിപാടി. എന്ത് സാധനം നമ്മളിപ്പോ ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിച്ചാലും കൊള്ളാം, ഇവിടുന്ന് എന്ത് സാധനം വാങ്ങിച്ചാലും അതിന്റെ കൂടെ സവോള അരിഞ്ഞത് ഒരു സ്പെഷ്യൽ സാധനമാണ്. വേറൊരു പ്രത്യേകത വെച്ചാലേ ഒരു കൂട്ടാനില്ലെങ്കിൽ സവോള കൂട്ടിയാണെന്ന് കഴിക്കും. അതെ തന്നെ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടാലേ ഇപ്പുറത്തെ സൈഡ് കൂടെ ആകത്തുള്ളൂ. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, അത്ര മതി എണ്ണ. പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല, കാരണം ഇത് റവ വീണ് കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ച് പതിയെ വറുത്തെടുക്കാം. അപ്പൊ അതൊന്ന് റെഡി ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ മീന് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് തിരിച്ചിടാം. ഇതിന്റെ മണമൊക്കെ ഉണ്ടല്ലോ, നമ്മള് സാധാരണ മീൻ വറുക്കുന്ന ഒരു മണമൊന്നുമല്ല, വ്യത്യസ്തമായ മണമാണ്. വളരെ നല്ല ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മണം തന്നെയാണ്. അപ്പൊ ഇതുപോലെ ഇനി അയലല്ല, ഏത് നമ്മൾ വറക്കാൻ മേടിക്കുന്ന ഏത് മീൻ മേടിച്ചാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഇഷ്ടപ്പെടും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കറുമുറയായിട്ട് കിട്ടും. ഒരു ക്രിസ്പി അതാണ് എളുപ്പമുള്ള കാര്യം. സാധനമൊക്കെ കിട്ടുന്ന സംഭവമാണ്. അപ്പൊ നമ്മളത് എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടും. നല്ല രണ്ട് സൈഡും നല്ല നല്ല കടകടാന്ന് നിൽക്കും സാധനം. അങ്ങ് കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇപ്പൊ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രമാത്രം മറ്റേ ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ നല്ല ആ പരുവം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ, അല്ലാതെ വേണമെങ്കിൽ അങ്ങനെ ഏത് രീതി വേണേലും നമുക്കിത് ചെയ്തെടുക്കാവുന്നൊരു നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ സാധാരണ ചെയ്യുന്ന എന്തെന്നാ സാധനം
ബോംബില മാന്തലി. മാന്തലി മാന്തലി എന്നൊരു സാധനമുണ്ട്. നമ്മളത് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ. അതെ, കുഞ്ഞു മീനാണ്. നമ്മുടെ പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ എന്താ പറയുന്ന മറ്റേ ഈ ചൂടയൊക്കെ പോലെ. ചൂടയല്ല, എനിക്കത് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സാധനമാണ് ആ സാധനം. അത് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റാർ ഫുഡാണ് സാധനം. അതെ, വളരെ കുഞ്ഞു മീന്, പക്ഷേ നല്ല ടേസ്റ്റ്. ഇതിനകത്ത് നമ്മൾ അടിയിട്ടായിട്ട് നമ്മൾ ചേർത്തല്ല, നമ്മുടെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഈ കറിവേപ്പില, നമ്മുടെ ഒരു മലയാളി ടച്ചിന് വേണ്ടിയിട്ട് ഒരു കറിവേപ്പില ചേർത്താണ്. അത് ഇടണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ മീൻ വറക്കുമ്പോ അത് ഇടുവാണെങ്കിൽ മീൻ വറക്കുന്ന മണം അപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് തോന്നില്ല. അതുപോലെ അപ്പൊ നമ്മുടെ സംഭവം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് സംഭവം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കടകട പരിപാടിയിലായിട്ടുണ്ട്. ഇത് കഴിച്ചാൽ മാത്രം മതി. അപ്പം ഇനിയുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ വറക്കാൻ പറ്റുന്ന ഏത് മീനാണ്, നമ്മുടെ എന്താ പറയുക കിളിമീന്, അങ്ങനത്തെ ഏത് മീൻ മേടിച്ചാലും ഇതുപോലത്തെ റവ ഫ്രൈ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. റവ ഫ്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ആസ്വദിച്ച് നോക്കുക. ഭയങ്കര സംഭവം, നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോ ഇച്ചിരി എന്താ പറയുക ഈ മണമൊക്കെ കൂടിയ മീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എത്ര കഴിക്കാനും മണം പോകുന്ന സാധനമാണ്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊന്നും അതിന്റെ മണം വരത്തില്ല. ഒരു പ്രശ്നമില്ല, സംഭവം നല്ല ടേസ്റ്റ് ആണ് സാധനം. അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ആദ്യം തന്നെ കാണാൻ പറ്റും. നമ്മളിടുമ്പോൾ എന്താ തന്നെ ആദ്യം കാണും കേട്ടോ. സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ കമന്റ് ഒക്കെ ഇടണം. ഇതുപോലെ വ്യത്യസ്തമായ മീൻ വിഭവങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് കൂടെ അറിയാൻ പറ്റുമല്ലോ. പല നാട്ടിലും പല രീതിയിലല്ലേ മീനൊക്കെ വെക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് എന്താ പറയുക അതൊക്കെ തന്നെ. അപ്പൊ ഇതൊന്ന് എന്തായാലും ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം മീൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചാളയോ മത്തിയോ ചാള മത്തി പിന്നെ എന്ത് വറക്കുന്ന എന്ത് സാധനങ്ങളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഒന്നും പറയാനില്ല. അടുത്ത ഒരു നല്ലൊരു വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.